നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നമ്മുടെ എം സ്വരാജ് നിലമ്പൂരിൽ തന്നെ കേന്ദ്രീകരിക്കുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്വരാജ് തന്നെയായിരിക്കും നിലമ്പൂരിലെ CPM സ്ഥാനാർത്ഥി എന്ന് ഇപ്പോഴേ പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞു. എന്നുവെച്ചാൽ ആദ്യത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും രണ്ടാം തവണയും നിലമ്പൂരിൽ എം സ്വരാജിനെ CPM ഇറക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ പാർട്ടി ഉറപ്പു നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് സ്വരാജിനോട് നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 66,000 വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തുമായി മത്സരിച്ചപ്പോഴുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് പിടിച്ചത്. കേവലം 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ആര്യാടൻ ഷൗക്കത്തിനുണ്ടായുള്ളൂ. അത് ജമാഅത്ത് ഇസ്ലാമി മറ്റ് മുസ്ലിം സംഘടനകളുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് കോൺഗ്രസ് ആ വിജയം, UDF ആ വിജയം നേടിയതെന്ന് CPM നന്നായി അറിയാം, ഇടതുമുന്നണിക്ക് അറിയാം. അതുകൊണ്ട് CPM അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ലഭിച്ച 66,000 വോട്ടിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഒരു 10,000 വോട്ട് കൂടുതൽ നേടാൻ കഴിഞ്ഞാൽ ആ സീറ്റ് വീണ്ടും CPM കയ്യിലേക്ക്, ഇടതുമുന്നണിയുടെ കയ്യിലേക്ക് വരുമെന്നാണ് പാർട്ടി നേതാക്കൾ കരുതുന്നത്. അതുകൊണ്ട് എം സ്വരാജിനോട് നിലമ്പൂർ വിട്ടു പോകരുതെന്നും അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നും കഴിഞ്ഞ 6 മാസം, ഇനി വരുന്ന 6 മാസത്തിനുള്ളിൽ നിലമ്പൂരായിരിക്കണം സ്വരാജിൻ്റെ തട്ടകമെന്നും അവിടെ നിന്നും മാറരുതെന്നും എല്ലാ പ്രശ്നങ്ങളിലും, ജനകീയ പ്രശ്നങ്ങളിലെല്ലാം ഇടപെട്ട് നിലമ്പൂരിൻ്റെ മുഖമായി മാറണമെന്നും പിണറായി വിജയൻ തന്നെയാണ് എം സ്വരാജിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. കാരണം സ്വരാജിലൂടെ നിലമ്പൂർ പിടിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഇപ്പോഴും CPM അത് ഒരു ചെറിയ വിശ്വാസമല്ല, വലിയ ആത്മവിശ്വാസം തന്നെയാണ്. കാരണം 66,000 വോട്ട് എം സ്വരാജിന് പിടിക്കാൻ കഴിയുമെന്ന് പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റൊരു CPM നേതാവോ സ്വപ്നേബി കരുതിയിരുന്നില്ല. 25,000 വോട്ടിനൊക്കെ ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്തിന് ഉണ്ടാകുമെന്നാണ് കോൺഗ്രസും UDF ഒക്കെ വിചാരിച്ചത്. എത്ര കുറഞ്ഞാലും 15,000 വോട്ടിൽ ഭൂരിപക്ഷം നിലനിൽക്കും എന്നൊക്കെയാണ് അവർ കരുതിയത്. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് പോയിട്ട് കേവലം 11,000 വോട്ടിന് ആദ്യത്തെ വോട്ടെണ്ണലിലെ ഘട്ടങ്ങളിൽ ആര്യാടൻ ഷൗക്കത്ത് മുടന്തി നീങ്ങുകയായിരുന്നു തൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെ വന്നപ്പോഴാണ് CPM ഇടതുമുന്നണിക്കുമെല്ലാം ഒരു പുനർവിചിന്തനം ഉണ്ടായത്. ഈ എം സ്വരാജ് നിലമ്പൂരിൽ നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. സ്വരാജിനെ ആദ്യമേ തന്നെ അവിടെ ഫീൽഡ് ചെയ്ത് ഉറപ്പിച്ച് അവിടെ പൊരുതാൻ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ നല്ലൊരു നേട്ടം അവിടെ ഉണ്ടാക്കാൻ സാധിക്കാമായിരുന്നു. സ്വരാജ് തോറ്റുപോകുമെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ കളത്തിലിറക്കിയെങ്കിലും 66,000 വോട്ടിന് അദ്ദേഹം പിടിച്ചു. 66,000 വോട്ട് എന്ന് പറയുന്നത് കൃത്യമായും ഇടതുപക്ഷ CPM വോട്ടുകൾ തന്നെയാണ്. അപ്പോൾ ഇത്ര വളരെ വൈകി രംഗത്തിറക്കിയ സ്വരാജിന് 66,000 വോട്ടുകൾ അവിടെ ആ മണ്ഡലത്തിൽ പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇപ്പോഴേ കുറച്ച് നേരത്തെ പണി തുടങ്ങിയാൽ എങ്ങനെ വന്നാലും ആര്യാടൻ ഷൗക്കത്തിനെ തളയ്ക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് പാർട്ടിക്കുള്ളത്, CPM അത് പിണറായി വിജയൻ തന്നെ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞു. സ്വരാജ് അവിടെ തന്നെ നിൽക്കട്ടെ, അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യട്ടെ, കൂടുതൽ ജനകീയ പ്രശ്നങ്ങൾ ഇടപെടട്ടെ, അതുകൊണ്ട് സ്വരാജ് വീണ്ടും അവിടെ മത്സരിക്കട്ടെ എന്നുള്ള നിലപാടിലേക്ക് പിണറായി വിജയൻ എത്തിച്ചേർന്നതോടെ സ്വരാജ് വീണ്ടും നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കുമെന്നുള്ള ഒരു സൂചനയോ അല്ലെങ്കിൽ ഇത്തരം ചർച്ചകളൊക്കെ ഉണ്ടായെങ്കിലും അതൊന്നും വേണ്ട, നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കട്ടെ, നിലമ്പൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ സ്വരാജിന് അടുത്ത തവണ ജയിച്ചു കയറാം. ആര്യാടൻ ഷൗക്കത്തിന് ഇപ്പോൾ കിട്ടിയ ഒരു ഓളം അപ്പോൾ ഉണ്ടാകില്ല എന്നുള്ളൊരു വിശ്വാസമാണ് CPM. അതുകൊണ്ട് തന്നെ നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ 2026 തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ എം സ്വരാജിന് അട്ടിമറി നടത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ്, ഉറപ്പാണ് പാർട്ടിക്കുള്ളത്. അത് പിണറായി വിജയൻ തന്നെ പ്രകടിപ്പിക്കുകയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എം സ്വരാജ് വീണ്ടും നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. നിലമ്പൂർ പിടിച്ചെടുത്തേ അടങ്ങുമെന്നുള്ള വാശിയാണ് ഇപ്പോൾ സ്വരാജിനുള്ളത്. രണ്ടാം തവണയും പരാജയപ്പെട്ടെങ്കിലും രണ്ടാം തവണയും നിലമ്പൂരിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ സീറ്റ് CPM പിടിക്കും, CPM വേണ്ടി താൻ പിടിക്കുമെന്നുള്ള വാശിയിലാണ് എം സ്വരാജ്. അതിന് പാർട്ടിയുടെ എല്ലാ അനുഗ്രഹാശിസുകളും ഉണ്ട്.